വിഷമുള്ളിൽ ചെന്ന ചികിത്സയിലായിരുന്ന വയനാട് DCC ട്രഷറർ NM വിജയൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന ഇദ്ദേഹത്തിന്റെ മകൻ ജിജേഷ് ഇന്ന് വൈകിട്ട് മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് NM വിജയനെയും മകൻ ജിജേഷിനെയും വിഷമുള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സുജിത്ത് അയച്ചിരുന്നു. സുജിത്ത്, മണിക്കൂറുകൾക്ക് മുമ്പ് മകൻ മരിക്കുന്നു, ഇപ്പോൾ ഇതാ പിതാവും പോയിരിക്കുന്നു. ആത്മഹത്യയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണ് കാരണം? അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? മൃതദേഹം വയനാട്ടിലേക്ക് എത്തിക്കുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? വിവരങ്ങൾ വിഷം ഉള്ളിൽ ചെന്ന നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഇത് ആത്മഹത്യ തന്നെയാണെന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ആത്മഹത്യ ശ്രമമാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് നേരത്തെ പോലീസ് എത്തിയിരുന്നതുമാണ്. DCC ട്രഷററാണ് NM വിജയൻ. 78 വയസ്സാണ് പ്രായം. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് NM വിജയനെയും മകൻ ജിജേഷിന്റെ പ്രായം 38 വയസ്സാണ്, വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ മണിച്ചിറയിലെ വീട്ടിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് അല്പസമയം മുമ്പ് വിജയൻ മരിച്ചത്. ചികിത്സയിലിരിക്കെ മകൻ ജിജേഷ് ഇന്ന് വൈകിട്ട് 6:30 മരിച്ചിരുന്നു. സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുൽത്താൻ ബത്തേരി നഗരസഭ ആദ്യമായി നഗരസഭ രൂപീകരിച്ചപ്പോൾ അതിലെ കൗൺസിലർ, സർവീസ് സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സമിതി കൺവീനർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഏറെക്കാലമായി ഈ മകൻ, ഇപ്പോൾ മരിച്ച മകൻ മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആളാണ്, മാനസിക അസ്വാസ്ഥ്യം അഭിമുഖീകരിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മകന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഇദ്ദേഹമാണ് എന്നുള്ളതാണ് വിവരം. ഏറെ കാലമായി അല്പം മാനസിക പ്രയാസം ഉണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മരണം സംബന്ധിച്ച് പോലീസാണ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തേണ്ടത്. നിലവിൽ ഈ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും നിലവിൽ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാകും മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുവരിക. വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്താനുള്ള അത്തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്. DCC നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ നാളെ തന്നെ രാവിലെ തന്നെ ഈ വയനാട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും അത് അതിജീവിക്കാൻ ഊർജ്ജമുണ്ടാകട്ടെ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല.